സംസ്ഥാനത്ത് തെരുവ് നായ്ക്കളുടെ ദയാവധം നടപ്പാക്കുന്നത് ഹൈക്കോടതി നീട്ടി. മറ്റൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ദയാവധം പാടില്ലെന്ന് സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടു. മുൻകാല കോടതി ഉത്തരവുകളുടെയും ABC നിയമത്തിന്റെയും അടിസ്ഥാനത്തിൽ ദയാവധം അനുവദിക്കാനാകില്ല. ഗുരുതര രോഗമുള്ളതോ അപകടം പറ്റിയതോ തെരുവ് നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാമെന്നായിരുന്നു സർക്കാരിന്റെ തീരുമാനം. ശ്യാം ദേവരാജുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്യാം ദേവരാജ്, വലിയ പ്രതീക്ഷയായിരുന്നു ദയാവധത്തിനെങ്കിലും നമുക്ക് ഒരു സാഹചര്യം ഒരുക്കി ഈ തെരുവുനായയുടെ ശല്യം നേരിടാമെന്നതായിരുന്നു നമ്മുടെ കണക്കുകൂട്ടൽ. ആ കണക്കുകൂട്ടലിന് തിരിച്ചടിയാണോ ഇപ്പോൾ ഹൈക്കോടതിയുടെ വിധി? ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവാണിത് ഡോക്ടർ അരുൺ. അതിലാണ് ഹൈക്കോടതി സർക്കാർ നേരത്തെ തീരുമാനിച്ച ഉന്നതതല യോഗത്തിന്റെ തീരുമാനം അനുസരിച്ച് ചട്ടങ്ങളിൽ മാറ്റം വരുത്തിയിരുന്നു. 2023 നിലവിൽ വന്ന മൃഗജനന നിയന്ത്രണ ചട്ടത്തിലായിരുന്നു മാറ്റം വരുത്തിയത്. ഇതനുസരിച്ച് രോഗബാധിതരായ തെരുവ് നായ്ക്കളുടെ ദയാവധം നടപ്പാക്കാനുള്ള തീരുമാനം നടപ്പാക്കുന്നതാണ്. ആ ദയാവധം നടപ്പാക്കുന്നതാണ് നീട്ടിവെച്ചത്. ഹൈക്കോടതി അതിന്റെ ഇടക്കാല ഉത്തരവിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും മുൻ ഉത്തരവുകളും ഈ മൃഗജനന നിയന്ത്രണ ചട്ടവും ദയാവധം അനുവദിക്കുന്നില്ല എന്നാണ് സിംഗിൾ ബെഞ്ച് വിലയിരുത്തിയത്. പോരായ്മകൾ ഉണ്ട് ഈ സർക്കാരിന്റെ ചട്ടം ഈ ഭേദഗതിക്ക്. അതുകൊണ്ട് തന്നെ ആ പോരായ്മകൾ പരിഹരിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. മറ്റൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ ഈ ദയാവധം പാടില്ല എന്നാണ് ഹൈക്കോടതി നിർദ്ദേശവും നൽകിയത്. നായ് കടിയേറ്റവരുടെ നഷ്ടപരിഹാര അപേക്ഷ പരിഗണിക്കുന്നതിന് ജില്ലാതലത്തിലുള്ള സമിതി 1 മാസത്തിനകം രൂപവത്കരിക്കണമെന്നും ഇടക്കാല ഉത്തരവിലുണ്ട്. സുപ്രീം കോടതിയും ഹൈക്കോടതിയും നൽകിയ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി നടപ്പാക്കിയാൽ നായ് ഭീതിക്ക് പരിഹാരമാകുമെന്നുമാണ് കോടതിയുടെ ഉത്തരവിൽ പറയുന്നത്. സർക്കാർ കണക്ക് പ്രകാരം 3 ലക്ഷം തെരുവ് നായ്ക്കളുണ്ട്. എന്നാൽ 17 ABC കേന്ദ്രങ്ങൾ മാത്രമാണുള്ളത്. ഇത് അപര്യാപ്തമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇടക്കാല ഉത്തരവിൽ ഹൈക്കോടതി വിലയിരുത്തുന്നുണ്ട്.